ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും അദ്ദേഹത്തിന് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം നേരിയ തോതിൽ കാര്യമായി തന്നെ പ്രശ്നത്തിലാണ്. ഈ രോഗം വൃക്കകളെ ബാധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇന്നലെ വൃക്കകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഡോക്ടർമാർ പങ്കുവച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രതീക്ഷകൾ ബാക്കിയുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ പുറത്തു വന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസം രക്തം നൽകിയിരുന്നു, പ്ലേറ്റ്ലെറ്റുകൾ അടക്കം അദ്ദേഹത്തിന് നൽകിയിരുന്നു, കൃത്രിമ ശ്വാസം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ എന്താണ് ആശുപത്രി അധികൃതർ പുറത്തുവിടുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, മാർപ്പാപ്പയുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ആശങ്കയ്ക്കുള്ള വകയല്ല. ഈ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മാർപ്പാപ്പയുള്ളത് എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ശ്വാസകോശ അണുബാധ, ഈ ന്യൂമോണിയ, അത് സിവിയർ ആയതിനു ശേഷം ഉണ്ടാകുന്ന സെപ്സിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ, അതാണ് ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഉള്ളത്. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ വരെ ഇപ്പോൾ കാര്യമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകത്തെ എല്ലാ കോണിലും കാര്യമായി തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഇറ്റലിയിലും അതുപോലെ ഈ അമേരിക്കൻ ജൂത പള്ളികളിലും ഉൾപ്പെടെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. എന്തായാലും വിശ്വാസികൾ ഏറെ ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ മാർപ്പാപ്പയുടെ സ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട്, മാർപ്പാപ്പ പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ചെറിയ പുരോഗതിയുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ആരോഗ്യനില അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർപ്പാപ്പ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കാര്യമായി ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വകവെക്കുന്നില്ല. ഈ ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പോൾ ഈ രക്തത്തിലെ അവസ്ഥ, അണുബാധ, അതുപോലെയുള്ള രക്തം ഭയങ്കര അനീമിക്കാണ്. അതുകൊണ്ട് തന്നെ രക്തം കയറ്റേണ്ട ഒരവസ്ഥ, അതുപോലെ കൃത്രിമ ശ്വാസം നൽകേണ്ട ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയൊക്കെ ഏറെ ആശങ്കാജനകമായ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ചില വാർത്തകൾ സംബന്ധിച്ച് വത്തിക്കാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയോടെ 130 കോടി വിശ്വാസികൾ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ.